മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. ഞാൻ ആ കോയിൻ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു 50 കിലോമീറ്റർ ഓടിയിട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ കോയിൻ അവിടെ തന്നെ ഉണ്ടോ അതോ വീണ് പോയോ എന്ന്. ഇതാണ് വിഷ്വൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ബസ്സിൽ നിന്നും അപമര്യാദയായിട്ട് ഒരാൾ പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം അതേ മോഡൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിരപരാധികളെ പ്രതിയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതായിട്ട് കണ്ടു. ആദ്യത്തെ ഇൻസിഡന്റ് റിയൽ ആണെങ്കിൽ രണ്ടാമത്തേതെല്ലാം ലൈക്കിനും ഫെയിമിനും വേണ്ടി ചെയ്തതാണെന്ന് അറിയാതെ കുറച്ചു പേരെങ്കിലും ആ നിരപരാധികളെ തെറ്റിദ്ധരിക്കുകയുണ്ടായി. ഇതാണ് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ. ഇല്ലാത്തതിന് ഉണ്ടെന്ന് വരുത്തി തീർക്കാം, കാര്യങ്ങളെ വളച്ചൊടിക്കാം. ഇപ്പൊ ആ ആത്മഹത്യ ചെയ്ത വ്യക്തി ചിലപ്പോൾ കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ടാവും മുന്നിൽ കൂടെ ഇറങ്ങിക്കോളൂ, ഇവിടെ സ്ഥലമില്ല, ഇപ്പുറത്തു കൂടെ ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിന് മുന്നും ശേഷവും ഈ വീഡിയോ കണ്ടതിന് മുന്നും ശേഷവും എന്തുണ്ടായെന്ന് നമുക്കറിയില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരും ഇങ്ങനെ ഇതുപോലെ ഇരയാക്കപ്പെടുന്നവരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ഇത്രയൊക്കെയുള്ളൂ ഇതിന്റെ കാര്യം എന്നുള്ളത്. ആ ആത്മഹത്യ ചെയ്ത ആൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. കോയിൻ ഞാൻ അപ്പം തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റും, കോയിൻ വെച്ച വീഡിയോ ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പറയാൻ കാര്യം വേറൊന്നുമില്ല, സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്തും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക.